നമസ്കാരം. ജ്യോതിഷപരമായി ഏതൊരു കാര്യത്തിനും വളരെയധികം അനുകൂലമായ ഒരു സമയം വന്നു ചേർന്നിരിക്കുകയാണ് ചില രാശിക്കാർക്ക്. ഇവർ ആഗ്രഹിക്കുന്നതെന്തും തന്നെ നേടിയെടുക്കാൻ തക്ക അനുകൂല സമയമാണ് വന്നു ചേർന്നിരിക്കുന്നത്. ഇവർക്ക് ഈ സമയം ഭാഗ്യം ഇരട്ടിയായി മാറുന്നതായിരിക്കും. എന്തെന്നാൽ നവപഞ്ചമ രാജയോഗത്തിൻ്റെ ഫലങ്ങളാണ് ഇവർക്ക് അനുഭവത്തിൽ വരാൻ പോകുന്നത്. എല്ലാ ഗ്രഹങ്ങളും അതാതു സമയങ്ങളിൽ രാശിമാറ്റവും നക്ഷത്രമാറ്റവും നടത്താറുണ്ട്. ഇപ്രകാരമുള്ള ഗ്രഹസംക്രമണം ചില രാശിക്കാരുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങളാണ് കൊണ്ടുവരിക. ഇപ്രകാരം നവപഞ്ചമ രാജയോഗത്തിൻ്റെ ഫലമായി വളരെയധികം ഉയർച്ച കൈവരാൻ പോകുന്നു ചില രാശിക്കാർക്ക്. നവപഞ്ചമ രാജയോഗം ചില രാശിക്കാരുടെ ജീവിതത്തെ വളരെയധികം സ്വാധീനിക്കുന്നതായിരിക്കും. ഈ ഗ്രഹസംക്രമണം അനുകൂല ഫലങ്ങളാണ് നൽകുന്നത്. ജ്യോതിഷപ്രകാരം ഏറെ സവിശേഷതകളുള്ള ഗ്രഹമാണ് ശുക്രനും ശനിയും. ശുക്രൻ സമ്പത്ത്, സമൃദ്ധി, ഐശ്വര്യം എന്നിവയുടെ കാരകനാണ്. ഇപ്രകാരം ഒരാളുടെ ജാതകത്തിൽ ശുക്രൻ ശുഭസ്ഥാനത്താണെങ്കിൽ ആ വ്യക്തിക്ക് വളരെയധികം നേട്ടങ്ങളാണ് വന്നു ചേരുക. ശനിയാകട്ടെ കർമ്മത്തിൻ്റെയും നീതിയുടെയും പ്രതീകമായ ശനി ഒരാളുടെ കർമ്മഫലം അനുസരിച്ചാണ് ഗുണഫലങ്ങൾ നൽകുന്നത്. ഇത്തരത്തിൽ സവിശേഷതകളുള്ള ശനിയും ശുക്രനും ഒന്നിച്ചു ചേർന്ന് നവപഞ്ചമ രാജയോഗമാണ് സൃഷ്ടിക്കാൻ പോകുന്നത്. ഈ യോഗം ചില രാശിക്കാരുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ തന്നെ കൊണ്ടുവരുന്നതായിരിക്കും. ഏതെല്ലാം രാശിക്കാർക്കാണ് ഇപ്രകാരം ശനിയുടെയും ശുക്രൻ്റെയും സംയോജനത്തിലൂടെ വന്നു ചേർന്നിരിക്കുന്ന നവപഞ്ചമ രാജയോഗത്താൽ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വന്നു ചേരുന്നതെന്നറിയാം. മേടം രാശിക്കാർക്ക് നവപഞ്ചമ രാജയോഗം വലിയ ഗുണാനുഭവങ്ങളാണ് കൊണ്ടുവരിക. മേടം രാശിക്കാർക്ക് ഇവരുടെ ആഗ്രഹ പൂർത്തീകരണമാണ് വന്നു ചേരുക. വളരെ കാലമായി നടക്കാതിരുന്ന പല കാര്യങ്ങളും നടത്തിയെടുക്കുവാൻ ഇവർക്ക് ഈ സമയം സാധിക്കും. ശുക്രൻ്റെയും ശനിയുടെയും അനുഗ്രഹം ഇവർക്കുണ്ടാകും. പുതിയ ഗൃഹം വാങ്ങുവാനുള്ള യോഗമാണ് ഇവർക്ക് വന്നു ചേർന്നിരിക്കുന്നത്. ഈ യോഗം ഇവരുടെ ജീവിതം രാജകീയ തുല്യമാക്കുന്നതായിരിക്കും. ഇവർക്ക് ജോലിയിൽ ഉയർച്ച കൈവരും. ബിസിനസ് സംബന്ധമായി വളരെയധികം ലാഭം ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പുതിയ ബിസിനസ് ആരംഭിക്കുവാനും ഏറ്റവും അനുകൂലമായ സമയമാണ് വന്നു ചേർന്നിരിക്കുന്നത്. തുലാം രാശിക്കാർക്ക് നവപഞ്ചമ രാജയോഗം വളരെയധികം നേട്ടങ്ങളാണ് കൊണ്ടുവരിക. ഇവർക്ക് ഭാഗ്യദേവതയുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകുന്നതായിരിക്കും. ഇവരുടെ സാമ്പത്തിക നില ഗണ്യമായി വർദ്ധിക്കുന്നതായിരിക്കും. ഇവർക്ക് പല കോണിൽ നിന്നും പണം വന്നു ചേരുവാനുള്ള യോഗമാണ് നവപഞ്ചമ രാജയോഗം മൂലം വന്നു ചേർന്നിരിക്കുന്നത്. ഇവരുടെ സാമ്പത്തിക നില ഉയരുന്നതായിരിക്കും. ഇവരുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് ഏറ്റവും അനുകൂലമായ സമയമാണ് ഇവർക്ക് മുന്നിൽ വന്നു ചേർന്നിരിക്കുന്നത്. പുതിയ വരുമാന സ്രോതസ്സുകൾ ഇവർക്ക് മുന്നിൽ തുറക്കപ്പെടും. ഇവർക്ക് സമൂഹത്തിൽ അംഗീകാരം, പ്രശസ്തി എന്നിവ വർദ്ധിക്കുന്നതായിരിക്കും. ഇവർക്ക് മനസ്സന്തോഷം വർദ്ധിക്കുന്ന ഒരു സമയമാണ് വന്നു ചേർന്നിരിക്കുന്നത്. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഐക്യവും വന്നു ചേരും. ഇവർ ഏർപ്പെടുന്ന എല്ലാ മേഖലകളിലും വിജയം കൈവരിക്കുവാൻ ഇവർക്ക് തീർച്ചയായും സാധിക്കുന്നതായിരിക്കും. കുംഭം രാശിക്കാർക്ക് ശനിയുടെയും ശുക്രൻ്റെയും അനുഗ്രഹത്താൽ വന്നു ചേർന്നിരിക്കുന്ന നവപഞ്ചമ രാജയോഗത്തിൻ്റെ ഫലമായി ഇവരുടെ ജീവിതം വലിയ തോതിൽ മാറ്റങ്ങൾ വന്നു ചേരുന്നതായിരിക്കും. ഇവർക്ക്
സാമ്പത്തികമായി അഭിവൃദ്ധി വന്നു ചേരുന്നതായിരിക്കും. ബന്ധുക്കളുമായി വളരെയധികം ഐക്യത്തോടുകൂടി മുന്നോട്ടു പോകുവാൻ ഇവർക്ക് സാധിക്കും. പല വഴിക്കും പണം വന്നു ചേരുവാനുള്ളൊരു യോഗം ഇവരിൽ കാണുന്നു. അപ്രതീക്ഷിതമായൊരു ധനനേട്ടം ഇവർക്ക് ഈ സമയം പ്രതീക്ഷിക്കാവുന്നതാണ്. ദാമ്പത്യപരമായി വളരെയധികം ഐക്യം വർദ്ധിക്കുന്നതായിരിക്കും. വിദ്യാഭ്യാസപരമായി ഏറ്റവും അനുകൂലമായ സമയമാണ് വന്നു ചേർന്നിരിക്കുന്നത്. മത്സര പരീക്ഷകളിലെല്ലാം തന്നെ വിജയം കൈവരിക്കുവാൻ ഇവർക്ക് ഈ സമയം സാധിക്കും. നവപഞ്ചമ രാജയോഗത്തിൻ്റെ ഫലമായി ഇവരുടെ ജീവിതം വച്ചടി ഉയർച്ചയിലേക്ക് കുതിക്കുന്നതായിരിക്കും.